ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? എനിക്കിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഇന്ന് നമുക്കൊരു ഐസ്ക്രീം തയ്യാറാക്കിയാലോ? അതും ഇളനീർ കൊണ്ടാവാം. അപ്പോൾ അതിനായിട്ട് ഇവിടെ ഐസ്ക്രീം തയ്യാറാക്കാനുള്ള പാത്രവും ബീറ്ററും കൂടി ഒരു 10 മിനിറ്റോളം നമുക്ക് ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം. നമുക്കതിലേക്ക് 1 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ച് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. ഒരു 5-6 മിനിറ്റോളം ബീറ്റ് ചെയ്തെടുക്കണേ. ഞാനിവിടെ ബീറ്റ് ചെയ്യുന്ന സമയത്ത് ഹൈ സ്പീഡിൽ വെച്ചിട്ടാണ് ബീറ്റ് ചെയ്തെടുത്തത് കേട്ടോ. പിന്നെ നമുക്കതിലേക്ക് 1/2 കപ്പോളം കണ്ടൻസ് മിൽക്ക് ഒഴിച്ച് കൊടുക്കാം. അതേപോലെ തന്നെ ഒരു അര കപ്പോളം ഇളനീർ പീസും ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കുക. ഇളക്കുന്ന സമയത്ത് ഒരു ഭാഗത്ത് വെച്ച് വെള്ളം ഇളക്കിയെടുക്കാൻ കേട്ടോ. പിന്നെ നമുക്കതിലേക്ക് ഒരു 1/2 കപ്പോളം ഇളനീർ വെള്ളവും ഒഴിച്ച് കൊടുക്കാം. അതും കൂടെ ഒന്ന് ഒഴിച്ച് കൊടുത്ത് നമുക്ക് പിന്നെ ഇതിലേക്ക് ഒരൽപ്പം പിസ്തയും ബദാമും ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊരു നിർബന്ധമില്ല കേട്ടോ, വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഞാൻ വെറുതെ രസമായിട്ട് ഇട്ട് കൊടുത്തതാണ് കേട്ടോ. ഇനി നമുക്ക് നന്നായി അടച്ച് വെച്ചു ഫ്രീസറിലേക്ക് കയറ്റി വെക്കാം. ഒരു 6 മണിക്കൂറോളം ഫ്രീസറിൽ വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക്. അപ്പോൾ 6 മണിക്കൂർ കഴിഞ്ഞത് തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഇളനീർ ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ഐസ്ക്രീം നല്ല ടേസ്റ്റി ആയിട്ടുണ്ട്. ഇത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ ഒരു ഇളനീർ കൊണ്ട് ഒരു ഐസ്ക്രീം തയ്യാറാക്കുന്നത്. അപ്പോൾ ഇത് എന്താവുമെന്നൊന്നും അറിയില്ലായിരുന്നു. പക്ഷേ ഏതായാലും നല്ല ടേസ്റ്റി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെടും. അതും ഇളനീർ കൊണ്ടായത് കൊണ്ട് വളരെ നല്ല ടേസ്റ്റാണ് കേട്ടോ കിട്ടിയത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇത് ഐസ്ക്രീം ആകുമ്പോൾ വലിയവരായാലും കുട്ടികളായാലും എല്ലാവരും ഒന്ന് കഴിച്ച് നോക്കുമല്ലോ. ഐസ്ക്രീം ഇഷ്ടമില്ലാത്തവരും ആരും തന്നെ ഉണ്ടാവില്ല. അപ്പോൾ ഇത് ഇളനീർ കൊണ്ടാകുമ്പോൾ ഇതിന് നല്ലൊരു ടേസ്റ്റും കൂടി ഉണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനൊന്ന് സപ്പോർട്ട് ചെയ്യണേ.